നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് വാകേരിയിലെ കാപ്പിത്തോട്ടങ്ങളിൽ വിളവെടുപ്പ് പ്രതിസന്ധി. കടുവാപ്പേടിയിൽ തൊഴിലാളികൾ വരാതെയായി. ലക്ഷങ്ങളുടെ നഷ്ടമെന്ന് കർഷകർ. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വിലയിൽ വീണ്ടും ഇടിവ്. മൊത്ത വ്യാപാര വില 70 രൂപ. തൊഴിലാളികളെ കിട്ടാനില്ലാത്ത കാലത്ത് കൃഷിക്ക് വളം ഇടാൻ ഡ്രോൺ. പരീക്ഷണം പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ. നെൽകൃഷി ഇറക്കി കൊടിയത്തൂർ സഹകരണ ബാങ്ക്. ഞാറ് നട്ട് വിദ്യാർത്ഥികൾ. സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വിലയിൽ വീണ്ടും ഇടിവ്. 70 രൂപയാണ് മൊത്ത വ്യാപാര വില. ശബരിമല സീസണും ക്രിസ്മസ് നോമ്പും ആയതോടെ ആവശ്യക്കാർ കുറഞ്ഞതാണ് വിലയിടിയാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇറച്ചിക്കോഴി കിലോയ്ക്ക് 70 രൂപയാണ് മൊത്ത വ്യാപാര വില. ഇത് ഉപഭോക്താക്കളുടെ കയ്യിലെത്തുമ്പോൾ 85 മുതൽ 90 രൂപ വരെയാകും. കിലോയ്ക്ക് 122 രൂപ വരെ ഉണ്ടായിരുന്നിടത്തു നിന്നാണ് വില താഴേക്ക് വന്നത്. വിവാഹ സീസൺ ചൂടുപിടിക്കാത്തതും വിലയിടിവിന് കാരണമായി. തീറ്റയ്ക്കും കോഴിക്കുഞ്ഞിനും വില കൂടിയതിനാൽ ആഭ്യന്തര ഫാമുകൾ കോഴി വളർത്തലിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കർണാടകയിലെ വലിയ ഫാമുകൾ പൂട്ടിയതിനാൽ നിലവിൽ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇറച്ചിക്കോഴി കാര്യമായി എത്തുന്നത്. തമിഴ്നാട്ടിൽ ഉൽപ്പാദനം കൂടിയിട്ടുണ്ടെന്ന് ഇറച്ചിക്കോഴി വ്യാപാരികൾ പറയുന്നു. ഒക്ടോബറിൽ 100-ന് മുകളിലായിരുന്ന വില നവംബർ പകുതിയോടെയാണ് താഴ്ന്നു തുടങ്ങിയത്. ഡിസംബർ ആദ്യം 82 രൂപ വരെയായി വിലയിടിഞ്ഞിരുന്നു. സ്റ്റോക്ക് കുറഞ്ഞു തുടങ്ങിയതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ന്യൂസ് 18 കാസർഗോഡ്. കടുവാഭീതി തുടരുന്ന വയനാട് വാകേരിയിലെ കാപ്പി കർഷകർ പ്രതിസന്ധിയിൽ. കടുവയെ ഭയന്ന കാപ്പിത്തോട്ടത്തിലേക്ക് തൊഴിലാളികളെ കിട്ടാനില്ല എന്നാണ് കർഷകരുടെ പരിഭവം. വിളവെടുക്കാൻ പാകമായ കാപ്പി പറിക്കാൻ തൊഴിലാളികളെ കിട്ടാത്തത് കർഷകർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ക്ഷീര കർഷകർക്ക് പുറമെ വാകേരിയിലെ കാപ്പി കർഷകരുടെ ജീവിതവും കടുവാ ഭീഷണി മൂലം പ്രതിസന്ധിയിലാണ്. കാപ്പി പഴുത്ത് വീഴുന്ന അവസ്ഥയിലും പറമ്പിൽ പണിക്കിറങ്ങാൻ കഴിയാത്ത ഗതികേടിലാണ് കർഷകർ. പ്രധാന വരുമാന മാർഗമായ കാപ്പി കൃഷി ചെയ്യുന്ന 100 കണക്കിന് കർഷകരാണ് ഈ പ്രദേശത്തുള്ളത്. കാപ്പി പറിക്കാൻ തൊഴിലാളികളെ ലഭിക്കാത്തത് കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ കാപ്പി നശിക്കുകയാണ്. ഞങ്ങളുടെ ഒരു വരുമാന മാർഗമുള്ളത് ഞങ്ങൾക്ക് കാപ്പിയേ ഉള്ളൂ. അത് പറിക്കാനാണെങ്കിൽ ഇപ്പോൾ ഇനി ആരും വിളിച്ചാലും വരില്ല. ഞങ്ങൾക്ക് താഴെ പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പേടിയാണ്. മക്കളെയൊക്കെ സ്കൂളിൽ വിടുന്നുണ്ട്. അവർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ജീവനും കൊണ്ട് ഇവിടെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവർ വന്ന് വീട്ടിൽ കയറിയാലേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. കർഷകരെ സംബന്ധിച്ച് ഇപ്പം ഒരു ജനങ്ങളെ പോലും ഇങ്ങോട്ട് കിട്ടാത്ത ഒരു പണിയെടുക്കാൻ പറ്റുക, ഈ കാപ്പി പറിക്കാനോ അല്ലെങ്കിൽ ഒരു കവുങ്ങിൻ്റെ തോട്ടിൽ കവുങ്ങ് അടയ്ക്ക പറിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. ആരും വരാത്ത ഒരു സാഹചര്യമാണ് ഈ മൂടക്കൊല്ലി കൂടല്ലൂർ വാകേരി പ്രദേശത്തുള്ളത്. അപ്പോൾ കർഷകനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണുള്ളൂ. കർഷകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അടിയന്തരമായ ഒരു സഹായം വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേട്ടയാടുന്ന കടുവയെ ഭയന്ന് കർഷകർക്ക് പോലും തോട്ടങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. വർദ്ധിച്ചുവരുന്ന വന്യജീവി സംഘർഷം ചെറുകിട കാപ്പി കർഷകർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് 18 വയനാട്. സ്കൂൾ മൈതാനം വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോഴിക്കോട് കൊയിലാണ്ടി ജില്ലാ സ്പോർട്സ് കൗൺസിൽ സ്റ്റേഡിയത്തിന് മുന്നിൽ മനുഷ്യച്ചങ്ങല തീർത്തു. 100 കണക്കിന് വിദ്യാർത്ഥികൾ ചങ്ങലയുടെ ഭാഗമായി. കൊയിലാണ്ടി ഹൈസ്കൂൾ മൈതാനമായിരുന്ന ഇപ്പോഴത്തെ സ്റ്റേഡിയം ഹൈസ്കൂളിന് വിട്ടുകിട്ടണമെന്നാണ് ആവശ്യം. 1998 ജില്ലാ സ്പോർട്സ് കൗൺസിൽ റവന്യൂ വകുപ്പിൽ നിന്ന് പാട്ട വ്യവസ്ഥയിൽ മൈതാനം ഏറ്റെടുക്കുന്നത്. ശേഷം ഇരുഭാഗങ്ങളിലായി 15,000 പേർക്ക് ഇരിക്കാവുന്ന ഗ്യാലറിയും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിച്ച് കടമുറികൾ വാടകയ്ക്കും നൽകി. സ്റ്റേഡിയം നിർമ്മിച്ചെങ്കിലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നാണ് ആരോപണം. ഇടിഞ്ഞു പൊളിഞ്ഞ ഗേറ്റുകളും അതുപോലെ തന്നെ അടഞ്ഞിടക്കുന്ന ഡ്രൈനേജുകളും ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കെട്ടി നിന്ന് കുട്ടികൾ കളി തടസ്സമാകുന്ന അവസ്ഥയിലാണ് നമ്മുടെ സ്റ്റേഡിയം ഇന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് വസ്ത്രം മാറാനോ അതല്ലെങ്കിൽ അവർക്ക് ടോയ്ലറ്റ് സൗകര്യമോ ഒന്നും തന്നെ ഈ ഗ്രൗണ്ടിൽ ഇല്ല. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കളിക്കണമെങ്കിൽ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് അനുമതി വാങ്ങണമെന്നാണ് വ്യവസ്ഥ.
വർഷങ്ങളായി കടകളിൽ നിന്നും നല്ല വരുമാനം കൗൺസിലിന് ലഭിക്കുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾക്കൊന്നും പണം അനുവദിക്കുന്നില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ന്യൂസ് 18 കൊയിലാണ്ടി. മാധ്യമപ്രവർത്തകനായ SD വേണുകുമാർ നായകനാകുന്ന ഹ്രസ്വചിത്രം വെൺമേഘങ്ങൾ ശ്രദ്ധേയമാകുന്നു. 60കളിൽ എത്തിയവരുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ചിത്രത്തിന്റെ പ്രമേയം. അറുപതുകളിലെത്തിയവരുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ഒപ്പം സ്കൂളിൽ പഠിച്ചിരുന്ന സഹപാഠിയുടെ ആകസ്മിക മരണത്തിൽ അനുശോചിക്കാൻ ചേർന്ന യോഗവും. പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഈ കൂട്ടായ്മയിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പ്രണയനികളായിരുന്ന രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. അഭിനേതാക്കളിൽ 3 പേരൊഴികെ എല്ലാവരും 50 പിന്നിട്ടവരാണ്. ചെങ്ങന്നൂർ ഛായ ഒരുക്കിയ ചിത്രത്തിൽ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ഛായയുടെ അംഗങ്ങൾ തന്നെ എന്നതാണ് മറ്റൊരു പ്രത്യേകത. കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച MP പത്മകുമാർ തന്നെയാണ് എഡിറ്റിംഗും ശബ്ദമിശ്രണവും ഛായാഗ്രഹണ സംവിധാനവും അടക്കമുള്ള സാങ്കേതിക കാര്യങ്ങളും നിർവഹിച്ചിരിക്കുന്നത്. നായകവേഷം ചെയ്ത SD വേണുകുമാർ മാധ്യമപ്രവർത്തകനും നായിക കാർത്തിക കല്യാണി മുൻ ചാനൽ പ്രവർത്തകയുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൃഷിയിടങ്ങളിലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം സജീവമാകുന്നു. പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷിയിടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തുന്നത്. തൊഴിലാളികളെ കിട്ടാനില്ലാത്ത കാലത്ത് പുതിയ പരീക്ഷണം കർഷകർക്കും വലിയ ആശ്വാസമാണ്. വിളയൂരിൽ ഡ്രോൺ ഉപയോഗിച്ച് നെൽകൃഷിയിൽ വളപ്രയോഗം ആരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ വള്ളിയത്ത് പാടശേഖരത്തിലെ 40 ഏക്കർ നെൽകൃഷിയിൽ വളപ്രയോഗം നടത്തി. ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് പ്രവർത്തനം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളപ്രയോഗം പൂർത്തിയാക്കാൻ ഡ്രോൺ ഉപയോഗിച്ച് കഴിയും. മൊത്തത്തിൽ ഇങ്ങനെ പരന്നു പിടിച്ച ഒരു അസുഖം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര മഴ കാരണം നമുക്ക് വളം ഇടാൻ പറ്റാത്തൊരു സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് നമുക്ക് മൊത്തത്തിൽ ഇത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. തൊഴിലാളികൾ ഒരു സ്ഥലത്ത് നിന്ന് അടിച്ചടിച്ച് വരുമ്പോഴത്തേക്കും മറ്റേ സ്ഥലത്ത് കൂടാൻ തുടങ്ങും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം ഇങ്ങനെയുള്ളതിനെല്ലാം ഒരു പരിഹാരമാണ് ശരിക്കും ഡ്രോൺ ഉപയോഗിക്കുന്നത്. കൂടുതൽ ആളുകളെ ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലി ഡ്രോൺ ഉപയോഗിച്ച് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാനാകും. കർഷകർക്ക് സാമ്പത്തിക ചിലവ് കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും. സമയലാഭവും നേടാം. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള നൂതന കൃഷി രീതികൾ കർഷകർക്ക് പരിചയപ്പെടുത്തുക കൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂലി വർധനയും തൊഴിലാളിക്ഷാമവും നേരിടുന്ന കാലത്ത് കാർഷിക മേഖലയിലേക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ കടന്നു വരുന്നത് കർഷകർക്ക് വലിയ ആശ്വാസമാകുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കപ്പറമ്പ് കണ്ടാംപറമ്പ് പാടത്ത് 12 ഏക്കറിൽ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് നെൽകൃഷി ഇറക്കി. ചെറുവാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെയും ചുള്ളിക്കാപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെയും വിദ്യാർത്ഥികളുടെ കാർഷിക ക്ലബ്ബുകളും പാടശേഖര സമിതി അംഗങ്ങളും കൃഷിയിലേക്ക് എന്ന മുദ്രാവാക്യവുമായി നെൽകൃഷിയിൽ പങ്കാളികളായി. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ചുള്ളിക്കാമ്പറമ്പ് കണ്ടാംപറമ്പ് പാടത്ത് 12 ഏക്കറിലാണ് നെൽകൃഷി ഇറക്കിയത്. ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിത ഫാർമേഴ്സ് ക്ലബ്ബ് കാരക്കുറ്റി കുറ്റിപ്പോയിൽ പാടത്ത് 5 ഏക്കർ സ്ഥലത്ത് നേരത്തെ നെൽകൃഷി ഇറക്കിയിരുന്നു. തരിശായ വയലേലകളെ പുനർജീവിപ്പിച്ച് പോയ കാലത്തെ കാർഷിക സംസ്കാരം തിരികെ പിടിക്കാനും ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്താനും ബാങ്ക് സ്വന്തമായും ബാങ്കിന് കീഴിലെ ഫാർമേഴ്സ് ക്ലബ്ബുകളിലൂടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തിലേറെ കാലമായി ബാങ്കിന് കീഴിൽ തുടർച്ചയായി നെൽകൃഷി വിജയകരമായി നടത്തിവരുന്നു. ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പൂർണ്ണമായും ബാങ്ക് ഏറ്റെടുത്ത് കുത്തി അരിയാക്കി കൊടിയത്തൂർ റൈസ് എന്ന ബ്രാൻഡിൽ വിതരണം ചെയ്തു വരികയാണ്. ഞാറുനടിയിൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമുക്ക് കാർഷിക മേഖലകളെ വളരെ വലിയ തോതിൽ കർഷകരെ സഹായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ആളുകളുടെയും
നല്ല ഒരു കൂട്ടായ പ്രവർത്തനം നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ആവശ്യമാണ്. ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നെൽകർഷകർക്കായുള്ള പലിശരഹിത വായ്പാ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു. പരിപാടിയിൽ വെച്ച് മുതിർന്ന നെൽകർഷകരെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PP ജമീല ആദരിച്ചു. ന്യൂസ് 18 കൊടിയത്തൂർ. NCC അഖിലേന്ത്യാ സൈക്ലത്തോൺ ഗുരുവായൂരിൽ എത്തി. NCCയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്നതാണ് അഖിലേന്ത്യാ മെഗാ സൈക്ലത്തോൺ. 2 ഓഫീസർമാരും ഒരു GCIയും 14 വനിതാ കേഡറ്റുകളും അടങ്ങുന്ന സംഘത്തെ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ് സ്വീകരിച്ചു. ബ്രിഗേഡിയർ NS ചരക്, റിധി നായിക് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 23 കേരള NCC ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ പ്രകാശ് V. RM രാജേഷ്, അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, GCI പ്രസന്ന, സെക്കൻഡ് ഓഫീസർ റിനു, മറ്റ് സേനാ അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി അടിമാലിയിൽ KSRTCയുടെ എൻക്വയറി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. KSRTC ബസ്സുകൾ വന്നു പോകുന്ന അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് KSRTCയുടെ എൻക്വയറി ഓഫീസും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഓഫീസിന്റെ ഉദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിച്ചു. എൻക്വയറി ഓഫീസിനായി സ്ഥലം ഒരുക്കിയത് പഞ്ചായത്താണ്. KSRTC ബസ്സുകളുടെ സമയക്രമവും വിവരങ്ങളും അറിയാൻ എൻക്വയറി ഓഫീസ് യാത്രക്കാർക്ക് സഹായകരമാകും. തൃശൂർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് NSS പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നോവയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഓർമ്മയിലെ പൂക്കാലം എന്ന പേരിൽ നടന്ന സംഗമത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. വർഷങ്ങൾക്ക് മുൻപേ കലാലയത്തിന്റെ പടിയിറങ്ങിയവർ ആൺപാട്ടുമായി ഒത്തുചേർന്നത് മറക്കാനാകാത്ത അനുഭവമാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹസംഗമം പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ഉദ്ഘാടനം ചെയ്തു. നോവ ചെയർമാൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചലച്ചിത്ര നടനും കോട്ടയം KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടറുമായ PR ജിജോയ്, മാധ്യമപ്രവർത്തകൻ ലോനപ്പൻ കടമ്പോട്, പരിസ്ഥിതി പ്രവർത്തകൻ അഭി തുമ്പൂർ, ജീവകാരുണ്യ പ്രവർത്തകൻ ജോഷി ആന്റണി മാപ്രാണം എന്നിവരെ ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനീക്കപ്പറമ്പിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. നോവയുടെ പുസ്തക സമാഹരണത്തിന്റെ ഉദ്ഘാടനം രക്ഷാധികാരി ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസിന് നൽകി നിർവഹിച്ചു. നോവ സ്ഥാപകൻ പ്രൊഫസർ KJ ജോസഫ്, കൺവീനർ VF വിൻസെന്റ്, ട്രഷറർ AV പ്രിയദർശിനി, പ്രിയൻ ആലത്ത്, CK തിലകൻ, VP ഷിൻഡോ, MK മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 18 ഇരിങ്ങാലക്കുട. കൗമാര കായിക കുതിപ്പുമായി 16ാമത് സംസ്ഥാന MES കായികമേളയ്ക്ക് ചാത്തന്നൂർ സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന മേള മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ DYSP ഫിറോസ് M ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഹോൾട്ട് ഓട്ടം പട്ടാമ്പി MES ഇന്റർനാഷണൽ സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന കായികമേള മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഫിറോസ് M ഷഫീഖ് ദീപശിഖ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. MES CBSE സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ഡോക്ടർ KP അബൂബക്കർ പതാക ഉയർത്തി. തുടർന്ന് ലോങ് ജംപ്, ഹൈ ജംപ്, ഷോട്ട് പുട്ട് മത്സരങ്ങൾ നടന്നു. മേളയിൽ 92 ഇനങ്ങളിൽ 600-ൽ അധികം കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കും. മഞ്ചേശ്വരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തോട് അധികൃതരുടെ അവഗണനയെന്ന് പരാതി. 8 കോടി രൂപ ചെലവിൽ ബഹുനില കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അനിശ്ചിതത്വത്തിലാണ്. എല്ലാവിധ ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടായിരുന്ന ആശുപത്രിയുടെ ഇന്നത്തെ അവസ്ഥ ദുരിതപൂർണമാണ്.
സംസ്ഥാന അതിർത്തിയായ മഞ്ചേശ്വരത്തെ ആരോഗ്യ കേന്ദ്രത്തോടാണ് സർക്കാരിന്റെ അവഗണന. 1.5 ഏക്കറോളം സ്ഥലത്ത് വിവിധ ബ്ലോക്കുകളായി വ്യാപിച്ചു കിടക്കുന്നതാണ് മഞ്ചേശ്വരം CHC. നാഷണൽ ഹെൽത്ത് മിഷൻ, കാസർഗോഡ് വികസന പാക്കേജ് എന്നിവയിൽ ഉൾപ്പെടുത്തി 8 കോടി ചിലവിൽ 2 പുതിയ ബഹുനില കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനമാണ് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. KDP ഫണ്ട് ഉപയോഗിച്ച് 2 നില കെട്ടിടവും NHM ഫണ്ട് ഉപയോഗിച്ച് 3 നില കെട്ടിടവും നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ഇതിൽ കിടത്തി ചികിത്സ, മിനി ഓപ്പറേഷൻ തിയേറ്റർ, ഡയാലിസിസ് സെന്റർ, മികച്ച ലാബും ഫാർമസിയും അടക്കമുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി മെച്ചപ്പെട്ട സേവനങ്ങൾ ഒരുക്കുകയെന്നതായിരുന്നു ലക്ഷ്യം. ആശുപത്രി വളപ്പിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നൂലാമാലകളാണ് പദ്ധതി നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നത്. മരം മുറിക്കലിന്റെ ചുമതല വനം വകുപ്പിനായതിനാൽ വിരലിലെണ്ണാവുന്ന മരങ്ങൾക്ക് ഭീമമായ തുക ലേലത്തുകയായി നിശ്ചയിക്കുന്നതിനാൽ പലപ്പോഴും ലേലത്തിൽ പങ്കെടുത്തവർ മരങ്ങൾ എടുക്കാൻ തയ്യാറാവുന്നില്ല. നിരവധി തവണ ലേലം വിളി നടന്നെങ്കിലും ഇത്ര വലിയ തുകയ്ക്ക് മരങ്ങൾ ലേലം പോകുന്നില്ലെന്ന് അറിഞ്ഞിട്ടും തുക കൂട്ടിയിടുന്നതിൽ സംശയമുളവാക്കുന്നതായി നാട്ടുകാർ പറയുന്നു. NRHMന്റെ ഇതായി ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അത് ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ ശോചനീയാവസ്ഥയിലുണ്ട്. അതൊക്കെ പൊളിച്ചു മാറ്റി അതോടൊപ്പം തന്നെ 8 കോടി രൂപ വരെ 2 ഫണ്ടായി പിന്നെ NRHM അതുപോലെ തന്നെ മറ്റുള്ള കാസർഗോഡ് പാക്കേജിൻ്റെയും ഭാഗമായി MLA 2 ഫണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതുവരെ കുറച്ച് തടസ്സമായിട്ടുള്ളത് അതും ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ചില അനാസ്ഥ കാരണം കൊണ്ടാണ്. ഒരു കൊല്ല വർഷത്തിനായി ഈ മേഖലയിൽ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഫണ്ടുകൾ നീക്കി വെച്ചിട്ടുണ്ടെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ നമുക്ക് വളരെയേറെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് ഒന്ന് ഈ മരമുറിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നുവരെ അതിന്റെ പ്രവൃത്തികൾക്ക് അവസാനം കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1944 ഉമേഷ് റാവു എന്ന പ്രദേശവാസിയായ ആളുടെ സ്മരണാർത്ഥം കുടുംബം ദാനമായി നൽകിയ കെട്ടിടം ഉപയോഗിച്ചാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. നേരത്തെ കിടത്തി ചികിത്സയും പ്രസവ ചികിത്സയും ശസ്ത്രക്രിയ, ആംബുലൻസും ഒക്കെയായി 24 മണിക്കൂറും ഇവിടെ സേവനം നൽകിയിരുന്നു. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ D ഗ്രേഡ് ആശുപത്രിയായി തരം താഴ്ത്തിയതോടെ 24 മണിക്കൂർ സേവനം 12 മണിക്കൂറായി ചുരുങ്ങി. ആംബുലൻസ് അടക്കം നിർത്തലാക്കുകയും ചെയ്തു. 60 വർഷത്തോളം പഴക്കമുള്ള നിലവിലെ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ്. മത്സ്യത്തൊഴിലാളികളടക്കമുള്ള 100 കണക്കിന് ആളുകളാണ് ചികിത്സ തേടി ദിവസവും ഇവിടെ എത്തുന്നത്. മികച്ച ചികിത്സാ സൗകര്യമൊരുക്കാനായാൽ ഈ സർക്കാർ ആശുപത്രി അതിർത്തി പ്രദേശത്തെ 1000 രോഗികൾക്കാണ് ആശ്വാസമാവുക. ന്യൂസ് 18 കാസർഗോഡ്. അടുത്ത വർഷം മാർച്ചിൽ നടക്കുന്ന കോഴിക്കോട് മുക്കം തൃക്കടവണ്ണ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഫണ്ട് ശേഖരണത്തിന് തുടക്കമായി. കഴിഞ്ഞ ദിവസം തൃക്കടവണ്ണ ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ വ്യവസായി സണ്ണി പഷ്നാത്തിൽ നിന്നും ഉത്സവ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ ഇരുൾ കുന്നുമ്മൽ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങിയാണ് ഫണ്ട് ശേഖരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ശിവരാത്രിക്ക് മുന്നോടിയായി മാർച്ച് 2-ന് ഉത്സവത്തിന് കൊടിയേറും. മുക്കം അഗസ്ത്യമൊഴി തിരുവഞ്ചൂഴി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ വരവാഘോഷമായി എത്തിയാണ് മുക്കം തൃക്കടവണ്ണ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറുക. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു. UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. 38ാമത് ജില്ലാ സമ്മേളനമാണ് ചെറുതോണിയിൽ നടന്നത്. ജില്ലയുടെ വിവിധ മേഖലയിൽ നിന്നും നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. തിരുവനന്തപുരം പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തിയ സിറ്റിംഗിൽ അതൃപ്തി അറിയിച്ച ഓംബുഡ്സ്മാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തം ഇല്ലാത്തതാണ് കാരണം. തൊഴിലുറപ്പ് പദ്ധതിയുടെയും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെയും പരാതികൾ നേരിട്ട് കേട്ട് തർക്കങ്ങൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാൻ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ സിറ്റിംഗ് നടത്താനെത്തി. പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ 5 പഞ്ചായത്തിൽ നിന്നായി ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾ പോലും പരാതിയുമായി എത്തിയില്ല. അറിയിപ്പുകൾ നൽകിയെന്ന് അധികൃതർ പറയുമ്പോഴും പരാതിക്കാരായി ആരും എത്താത്തതിൽ ഓംബുഡ്സ്മാൻ അതൃപ്തി അറിയിച്ചു. അറിയിപ്പ് കൊടുക്കുന്ന ഒന്ന് പത്രമാധ്യമങ്ങൾ വഴി കൊടുത്തിട്ടുണ്ട്. 2 നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരുടെ ഗ്രൂപ്പ് വഴി, അതായത് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്ത് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ 5 ഗ്രാമപഞ്ചായത്തിലും അറിയിപ്പ് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താഴെത്തട്ടിൽ മാറ്റുമാർ വഴി ഗ്രാസ് റൂട്ട് ലെവലിൽ അറിയിപ്പ് കൊടുക്കാനുള്ള സംവിധാനം മുൻകൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിയിപ്പ് കൊടുത്തെങ്കിലും ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർ പരാതിക്കാർ എത്തിയിട്ടില്ല. തൊഴിലുറപ്പ് ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവരെ കൂടാതെ ബ്ലോക്കിൽ നിന്നും BDO, 2 ബ്ലോക്ക് അംഗങ്ങൾ,
അണ്ടൂർക്കോണം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരും പങ്കെടുത്തു. തുടർന്ന് തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കേണ്ട രീതിയെപ്പറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ചോദിച്ച ചോദ്യങ്ങൾക്ക് പലതിനും ജീവനക്കാർ ഉത്തരം മുട്ടി. പോത്തൻകോട് ബ്ലോക്ക് പ്രദേശത്തെ അണ്ടൂർക്കോണം, അഴൂർ, കഠിനംകുളം, മംഗലാപുരം, പോത്തൻകോട് ഗ്രാമപഞ്ചായത്തുകളിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ, ഗുണഭോക്താക്കൾ, മേറ്റുമാർ, പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ, ജീവനക്കാർ എന്നിവർക്കും പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതി ഗുണഭോക്താക്കളെയും അറിയിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഒക്ടോബറിൽ 278 പരാതികൾ ലഭിച്ചു. ഇതിൽ 242 എണ്ണം പരിഹരിക്കുകയും 36 എണ്ണം പരിഹരിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതായി ഓംബുഡ്സ്മാൻ സാം ഫ്രാങ്ക്ലിൻ പറഞ്ഞു. ഇത്രയേറെ പരാതികൾ ജില്ലയിലുള്ളപ്പോഴാണ് 5 പഞ്ചായത്തിൽ നിന്നും പരാതിയുമായി തൊഴിലാളികൾ എത്താത്തത് എന്നത് ശ്രദ്ധേയമാണ്. BDO വീണ ബാബു, ജില്ലാ ക്വാളിറ്റി മോണിറ്റർ M ഷാജി എന്നിവർ സിറ്റിംഗിൽ പങ്കെടുത്തു. ന്യൂസ് 18 പോത്തൻകോട്. ഇടുക്കി ദേവികുളം സബ് കളക്ടറായി ജയകൃഷ്ണൻ VM ചുമതലയേറ്റു. രാഹുൽ കൃഷ്ണ ശർമ്മ മാറിയ ഒഴിവിലേക്കാണ് പുതിയ സബ് കളക്ടർ എത്തിയത്. താലൂക്കിലെ ഭൂപ്രശ്നങ്ങൾ ജനങ്ങളുമായി ആലോചിച്ച് പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിരിപ്പാറ, മുനിപ്പാറ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ആരോപിച്ച് പ്രതിഷേധം. വിരിപ്പാറ DFO ഓഫീസിലേക്കായിരുന്നു മാർച്ച്. മുനിപ്പാറ ഫ്ലൈയിങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും മാങ്കുളം ജനകീയ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ആയിരുന്നു സമരം. ധർണ മാങ്കുളം സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ മാത്യു കാരോഡ് കൊച്ചറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങി ദേവാലയങ്ങൾ. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്മസ് കരോൾ ആരംഭിച്ചു. 25-ന് കരോൾ സന്ധ്യ നടക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്രിസ്മസ് ആഘോഷത്തിന്റെ മുന്നോടിയായി ആരംഭിച്ച ക്രിസ്മസ് കരോൾ ആഘോഷം വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കരോളിൽ പങ്കുചേർന്നു. വീടുകളിലെത്തി ഗാനങ്ങൾ ആലപിച്ച് മധുരവിതരണവും നടത്തി. പള്ളിക്ക് കീഴിലുള്ള കുടുംബ യൂണിറ്റുകളിലും കരോളുകൾ വിവിധ ദിവസങ്ങളിലെത്തും. ക്രിസ്മസ് ദിവസം 25-ന് വൈകിട്ട് 7-ന് MP PM യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യാക്കോബായ സുറിയാനി ചാപ്പലങ്കണത്തിൽ ഷാൻലീലിയോ 2023 എക്യുമെനിക്കൽ കരോൾ ഗാനസന്ധ്യയും നടക്കും. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ ക്രൈസ്തവ സഭയിലെ പള്ളി ക്വയർ ടീമുകൾ പങ്കെടുക്കും. ന്യൂസ് 18 പട്ടാമ്പി. കൊട്ടാരക്കര വെണ്ടാർ SVM ITEയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നൊരുക്കിയ ഫെസ്റ്റ് കൗതുകമായി. അസ്യൂണ് 2K23 എന്ന പേരിൽ ആയിരുന്നു ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന അഭിരുചികളും കഴിവുകളും വിനോദങ്ങളും കോർത്തിണക്കിയായിരുന്നു പ്രദർശനം. ആരോഗ്യം, ശാസ്ത്രം, ഭക്ഷണം എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു പ്രദർശനം. 2 ദിവസം നീണ്ടുനിന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സദാനന്ദപുരം FSRS പ്രൊഫസർ ഡോക്ടർ MR ബിന്ദു നിർവഹിച്ചു. ടീച്ചർ എഡ്യൂക്കേഷന്റെ അസ്യൂണിയർ ഫെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടി. ഇത് വളരെ നല്ല രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. മാത്സ് ഫെസ്റ്റ് ആയാലും ഫുഡ് ഫെസ്റ്റ് ആയാലും പിന്നെ അതേപോലെ തന്നെ ഫ്ലവർ ഷോ, ഇതെല്ലാം തന്നെ പല രീതിയിലുള്ള ഫെസ്റ്റുകളായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാടൻ ഭക്ഷണങ്ങളുടെയും മധുര പലഹാരങ്ങളുടെയും പ്രദർശനം ശ്രദ്ധ നേടി. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മികച്ച സംഘാടക പാടവം അധ്യാപകരിലും വിദ്യാർത്ഥികളിലും വളർത്തിയെടുക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കുട്ടികളുടെ വിവിധ വിഷയങ്ങളിലുള്ള മികവുകൾ, അവരുടെ കഴിവുകൾ, അതുപോലെ ഓരോ മേളകളും സംഘടിപ്പിക്കുക, അധ്യാപക വിദ്യാർത്ഥികൾക്ക് വേണ്ട ഒരു സംഘാടന ശേഷി, ഇതൊക്കെ കുട്ടികളിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ DLED വിഭാഗത്തിന്റെ ഈ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. 8 സ്റ്റാളുകളായിരുന്നു പ്രദർശനത്തിന് ഒരുക്കിയിരുന്നത്. പഴമ വിളിച്ചോതുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും വിവിധതരം പൂക്കളുടെ പ്രദർശനവും AI സാങ്കേതികത്വവും ഫെസ്റ്റിവലിനെ മിഴിവേകി. വെണ്ടാർ വിദ്യാരാജ സ്കൂളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ക്ലാസുകളും നടത്തി. ന്യൂസ് 18 കൊട്ടാരക്കര. റോഡിന്റെ വശം മല്ലികപ്പൂക്കൾ വിരിയിച്ച് മനോഹരമാക്കി യുവാക്കളുടെ മാതൃകാ പ്രവർത്തനം. ഇരുമ്പിളിയം പഞ്ചായത്തിലെ പുറമണ്ണൂർ മില്ലുംപടിയിലെ ഈ കാഴ്ചയോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ശുഭദിനം.
റോഡരികിൽ മാലിന്യം വലിച്ചെറിഞ്ഞും പുൽക്കാട് വളർന്നും കാൽനട യാത്രക്കാർക്ക് പോലും ഭീഷണിയായി മാറിയ സമയത്താണ് പുറമണ്ണൂരിലെ സ്പാർക്ക്നസ് ക്ലബിന്റെ നേതൃത്വത്തിൽ യുവാക്കൾ റോഡരികിലെ പുൽക്കാടുകൾ വെട്ടിമാറ്റി ശുചീകരണം നടത്തി മല്ലികപ്പൂക്കളുടെ തൈകൾ വെച്ചത്. റോഡിന്റെ ഒരു വശത്തായി 100 മീറ്ററിലധികം സ്ഥലത്ത് ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള മല്ലികപ്പൂക്കളുടെ തൈകളാണ് ഇവർ നട്ടുപിടിപ്പിച്ചത്. ക്ലബ് പ്രവർത്തകർ ഈ ആശയം വാർഡ് മെമ്പറോട് പങ്കുവച്ചപ്പോൾ മെമ്പർ അവരോടൊപ്പം നിന്നു. മെമ്പറുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ നിന്നും ഇറക്കുമതി ചെയ്ത 300ഓളം തൈകളായിരുന്നു ആദ്യഘട്ടത്തിൽ വെച്ചുപിടിപ്പിച്ചത്. അവിടെ സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടി മില്ലുംപടി നമ്മുടെ റോഡരികിൽ മല്ലികപ്പൂവ് നട്ട് നല്ല രീതിയിൽ ഒരു ഭംഗിയായി നാട്ടുകാർക്കും ഇവിടെ ഫ്ലോറ പാർക്കിലേക്ക് അടക്കം പോകുന്ന ആളുകൾ ഫോട്ടോ മജ്ലിസ് സ്കൂള് ഒരുപാട് ആളുകൾ ഈ നേരമായാലും ഫോട്ടോ എടുക്കാനും മറ്റും അതുപോലെ തന്നെ നമ്മളെ കൃഷിപ്പാടം നല്ല രീതിയിൽ ഭംഗി ആസ്വദിച്ച് ആളുകൾ എപ്പോൾ വന്നാലും ഈ നേരത്തെ ഇവിടെ നല്ല ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാവും. അതിന് നേതൃത്വം ഒരുപാട് ആളുകൾ നമ്മുടെ ബാബു കുട്ടൻ സാജി അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇത് ഇവരുടെ കൂടെ ഈ ക്ലബിൻ്റെ കൂടെ അവർക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഒരുപാട് ഈ ക്ലബ്ബ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പച്ചപിടിച്ചു നിൽക്കുന്ന പാടത്തിന്റെ ഓരം ചേർന്ന് ചുവപ്പ് മഞ്ഞയും നിറത്തിലുള്ള മല്ലികപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഇവിടുത്തെ കാഴ്ച മനം കുളിർക്കുന്നതാണ്. ഇതുകൊണ്ട് തന്നെ സായാഹ്നങ്ങളിൽ ഇവിടെ ജനത്തിരക്കേറെയാണ്. സായാഹ്ന സവാരിക്കും ഫോട്ടോഷൂട്ടിനും കാഴ്ചകൾ കണ്ടിരിക്കാനുമായി ഇവിടെയുള്ളവർ മാത്രമല്ല ദൂരെ നിന്നും ആളുകൾ എത്തുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പദ്ധതി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഒന്നുകൂടെ വിപുലീകരിച്ചിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് നീട്ടി ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പ് കൂടെ ഉണ്ട്. ക്ലബിലെ യുവാക്കൾ തന്നെയാണ് ചെടിയുടെ നനയും മറ്റു പരിചരണവും നടത്തുന്നത്. ഇപ്പോൾ പല നിറത്തിലുള്ള മല്ലികപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച വശ്യമനോഹരമാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് പൂന്തോട്ട നിർമ്മാണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ക്ലബ് പ്രവർത്തകർ. ന്യൂസ് 18 തിരൂർ. ഈ പരിപാടി